ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പം ഇന്ന് ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളെ തിരുവനന്തപുരത്ത് ലുലു മോളിൻ്റെ അടുത്തായിട്ട് ഓബൈ താമരയുടെ ഓപ്പോസിറ്റ് വേൾഡ് മാർക്കറ്റിനകത്ത് നടക്കുന്ന ടൈറ്റാനിക് എക്സിബിഷൻ, അതായത് ടൈറ്റാനിക് DJ അമ്യൂസ്മെന്റ് എക്സിബിഷൻ കാണാൻ വേണ്ടി വന്നതാണേ. അപ്പം ഹസ്ബൻഡ് വന്നിട്ടില്ല, ഞാനും മക്കളും കൂടെയാണ് വന്നത്. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. പകലില്ല, വൈകുന്നേരം 4 മണി മുതലാണ് തുടങ്ങുന്നത്. അപ്പൊ ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് തന്നെ വന്നു, അപ്പൊ തിരക്ക് കാണൂലല്ലോ എന്ന് എഴുതിയിട്ട്. അപ്പൊ ദേ കയറുമ്പോ ദേ ഇതുപോലെയാണ് ടൈറ്റാനിക് എക്സിബിഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട്. ദേ കപ്പലിന്റെ ഉള്ളിൽ കാണത്തില്ല ഇങ്ങനെ റൂംസ് ഒക്കെ, അതുപോലെയൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടുന്ന് നമ്മൾ മുകളിലേക്ക് കയറിയിട്ടാണ്, ആദ്യം മുകളിലേക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് മുകളിലേക്ക് കയറി നോക്കാം. അപ്പൊ മുകളിൽ കയറി വന്ന് നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ബാരലുകളൊക്കെ വെച്ചിട്ട്, അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഷിപ്പിലൊന്നും കയറിയിട്ടില്ല, പക്ഷെ നമ്മൾ സിനിമയിലും TV യിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അതേപോലെ ബാരലിന്റെ ഷേപ്പിൽ അവരിങ്ങനെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പുറമേ നിന്നൊക്കെ കാണുമ്പോൾ കറക്റ്റ് ഒരു കപ്പലിന്റെ അതേ ലുക്കിലും മട്ടിലും ഒക്കെയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു പുറമേ നിന്ന് കാണാനായിട്ട്. അത് ഓബൈ താമര. നേരെ തൊട്ടടുത്ത് കാണുന്ന ആ യെല്ലോ കളർ ബിൽഡിംഗ് ആണ് നമ്മുടെ ലുലു മോള്. അപ്പൊ അതിന്റെ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് ഇതുപോലൊരു സ്ഥലമുണ്ട് കേട്ടോ, കണ്ടോ. അപ്പൊ ചേച്ചി അനിയത്തിയും കൂടെ ഇനി കപ്പൽ ഓട്ടിക്കാൻ പോവാണ്. അപ്പൊ എന്തായാലും അങ്ങോട്ട് ഓട്ടിക്കും, കാരണം നേരെ ചെന്ന് നിൽക്കുന്നത് ലുലു മോളിലായിരിക്കുമല്ലോ. അവരുടെ ഫേവറേറ്റ് സ്ഥലമാണ്. അവരുടെ നല്ല, എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ പിള്ളേർക്കും ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമായിരിക്കും ഇപ്പൊ ലുലു മോള്. അതാകുമ്പോ ചൂടും ഇല്ല, അവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും. അതെ, ചേച്ചി അനിയത്തിയും കൂടെ വണ്ടി ഓട്ടിക്കുകയാണ്, കപ്പൽ ഓട്ടിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതില് നോക്കിക്കോണേ, ഇളയാള് ഈ ഓട്ടിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ തന്നെ അപ്പുറത്തോട്ട് കയറിയിട്ട് ഇതിലൊക്കെ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ടോ. ഇതൊക്കെ ഏതോ സിനിമയിലോ എന്തോ കണ്ടിട്ട് പറയുന്നതാണ് കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല, അവരുടെ വേറെന്തൊക്കെയോ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ എവിടെയോ കണ്ടതുപോലെ പറയണം. അപ്പൊ മുകളിലത്തെ നിലയിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് സ്റ്റെയർ ഇറങ്ങി ആ കയറിയ ഭാഗത്ത് ഇപ്പുറത്ത് വരും. അപ്പൊ അവിടെ ഇതുപോലെ എഞ്ചിന്റെ സാധനങ്ങളും അങ്ങനെയൊക്കെ അത് അവര് ചെയ്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ആർട്ട് വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. കൊള്ളാം കേട്ടോ, അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു കോറിഡോറാണ്. അവിടെ ഇങ്ങനെ കോറിഡോർ തുടങ്ങുന്നിടത്ത് വെൽക്കം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കോറിഡോറിൽ 2 സൈഡിലായിട്ട് അതിൽ അഭിനയിച്ച ആൾക്കാരും ഡയറക്ടറുടെയും ക്യാപ്റ്റന്മാരുടെയും ഒക്കെ ഫോട്ടോകൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇതുപോലെ ഇങ്ങനെ എൻഡിൽ വരുമ്പോ നോക്കിക്കോണേ, റീഡിങ് റൂം എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ചെന്ന് അങ്ങോട്ട് നടന്ന് കയറാൻ നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. അങ്ങനെ ആശാത്തി ഇങ്ങനെ ഇതെന്തോന്ന് ഇങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ ഇവിടെ കുറച്ച് സ്റ്റെയർ ഇറങ്ങി കഴിയുമ്പോൾ വലിയൊരു ഹാള് പോലെ, അതിന്റെ അടുത്തായിട്ട് തന്നെ ഇങ്ങനെ ആ സ്റ്റെയറിന്റെ സൈഡിലായിട്ട് തന്നെ നല്ല രീതിക്ക് ഒരു ക്രിസ്മസ് ട്രീയുടെ കട്ടൗട്ടാണ് വെച്ചിരിക്കുന്നത്. ഒന്നും ഒറിജിനൽ അല്ല, എല്ലാം കട്ടൗട്ടുകളാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഈ ഹാളിൽ ഇറങ്ങി കഴിയുമ്പോൾ ഇതുപോലെ 2-3 ഹാളുകളുണ്ട്. അവിടെ എവിടെയായിട്ട് നമ്മുടെ ഈ സിനിമയിൽ അഭിനയിച്ച ക്യാരക്ടറുകളുടെയൊക്കെ കട്ടൗട്ടുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും, കാരണം നമ്മൾ ആ ടൈറ്റാനിക് മൂവിയിൽ കണ്ടിട്ടുള്ള അതേ കോസ്റ്റ്യൂമിലൊക്കെ ഇങ്ങനെ കട്ടൗട്ടുകൾ നിൽക്കുന്നത് നമുക്ക് ആ സിനിമയൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. മാത്രമല്ല ഇതിന്റെ നമ്മളിങ്ങനെ നടന്ന് കാണുന്ന സമയത്തെല്ലാം തന്നെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമ്മുടെ ഈ മൂവിയിലെ ഡയലോഗുകളും അതിലെ മ്യൂസിക്കും ഒക്കെ ഇങ്ങനെ ബാക്കിൽ കേൾക്കുന്നുണ്ട്. അപ്പൊ അതും കൂടെ ആകുമ്പോൾ കറക്റ്റ് നമ്മൾ ആ ഒരു ഇതിനകത്ത് കയറിയ ചെറിയൊരു ഫീലൊക്കെ വരും. പക്ഷെ ഈ കട്ടൗട്ടുകളായതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് ഒരു ഒറിജിനാലിറ്റി തോന്നൂല. മറ്റേ വാക്സ് മ്യൂസിയത്തിലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ ചെയ്തു വെച്ചതാണെങ്കിൽ പിന്നെയും നമുക്ക് തോന്നുമല്ലോ. ഇത് കട്ടൗട്ടുകളായതുകൊണ്ട് നമുക്കൊരു എത്ര നന്നായിട്ട് ചെയ്താലും നമുക്കൊരു ആർട്ടിഫിഷ്യലിറ്റി അങ്ങനെ തോന്നുമല്ലോ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എല്ലായിടത്തും ഇതുപോലെ തന്നെ നമ്മൾ ആ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആ സീനുകളിൽ കാണുന്ന അതേപോലത്തെ റൂംസും ഒക്കെ ഇതുപോലെ ഒന്ന് ഫ്ലെക്സ് വെച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ള ചുവരുകളിൽ ടൈറ്റാനിക്കിനെ കുറിച്ചും അതിന്റെ യാത്രയെക്കുറിച്ചും അതിന്റെ അപകടത്തെക്കുറിച്ചും ഒക്കെ വന്ന പേപ്പർ കട്ടിങ്സും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു ടൈറ്റാനിക്കിന്റെ ഒരു മിനിയേച്ചർ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതുപോലെ ഒരു കട്ടൗട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ടൈറ്റാനിക് മഞ്ഞിലിടിച്ച് തകരുന്ന ആ ഒരു സീനുണ്ടല്ലോ, ആ സിനിമ കണ്ടവർക്ക് ഈ സീന് കറക്റ്റായിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും. അപ്പൊ ഇത്രയേ ഉള്ളൂ ടൈറ്റാനിക് എക്സിബിഷൻ. ഞങ്ങളൊരു 20 മിനിറ്റ് കൊണ്ട് കണ്ടു തീർത്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എക്സിബിഷനുകളുടെ സ്ഥിരം ചേരുവകളായിട്ടുള്ള ഫർണിച്ചർ, ചെരുപ്പ്, ബാഗ്, ഹൽവ, അച്ചാറ്, പിന്നെ കുട്ടികളെ പറ്റിക്കാനുള്ള ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ, അതെല്ലാം
അത് കഴിഞ്ഞ് പിന്നെ സ്നാക്സ് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ജൈന്റ് വീലും റൈഡുകളും ഒക്കെ ആയിട്ട് അതൊക്കെ ഓരോന്നും പ്രത്യേകം പ്രത്യേകം ചാർജ് കൊടുത്ത് നമ്മൾ കയറുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിനുള്ളിൽ കാണാനായിട്ട്. 100 രൂപയ്ക്ക് വെർത്താണോന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പേഴ്സണലി വെർത്തായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾക്ക് വെറുതെ ഒന്ന് കയറി ടൈം പാസിനാണെങ്കിൽ കയറാം, അത്രേ എനിക്ക് തോന്നുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.